നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടായിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ CUT എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. അതായത് നമ്മുടെ മെയ് ലാസ്റ്റ് വീക്ക് ആണ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ നമുക്ക് റിസൾട്ട് അവൈലബിൾ ആയിട്ടില്ല. എന്തുകൊണ്ട്? പല സെന്റേഴ്സിലും കുട്ടികൾ കൃത്രിമം നടന്നു എന്നുള്ള രീതിയിൽ, എക്സാമിൽ കൃത്രിമം നടന്നു എന്നുള്ള രീതിയിൽ കംപ്ലൈന്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കംപ്ലൈന്റുകളുടെ ബേസ് ചെയ്തിട്ട് ആ കംപ്ലൈന്റുകൾ സ്വീകരിച്ചുകൊണ്ട് NTA പുതിയൊരു കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ റീ എക്സാമിനേഷൻ. ഈ പറയുന്ന കംപ്ലൈന്റുകൾ ഉള്ള കുട്ടികൾക്ക് ജൂലൈ 19 ഫ്രൈഡേ, ഡേറ്റ് നോട്ട് ചെയ്യുക, ജൂലൈ 19 ഫ്രൈഡേ NTA CUTയുടെ എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ CBT മോഡലിലാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന CUT എക്സാം വീണ്ടും അപ്പിയർ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എല്ലാവരും ഇത് അപ്ലൈ ചെയ്യേണ്ടതില്ല. കംപ്ലൈന്റുകൾ ഉണ്ട് എന്ന് ആരോപിച്ച കുട്ടികൾക്ക് മാത്രമാണ് അവരുടെ ഇമെയിൽ വഴി അവർക്ക് പുതിയ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവുക. കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് അത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും ഈ പറയുന്ന റീ എക്സാമിനേഷൻ എഴുതേണ്ടതില്ല. ഇതാ വളരെ കൃത്യമായിട്ട് NTA നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്നും ജൂൺ 30 വരെ കിട്ടിയ കംപ്ലൈന്റ്സിന്റെ ബേസിലാണ്, അതുപോലെ ഈ പറയുന്ന അതോറിറ്റിയുടെ മെയിലേക്ക് വന്നിട്ടുള്ള കംപ്ലൈന്റ്സിന്റെ ബേസിലാണ് റീ എക്സാമിനേഷൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് NTA എത്തിയത് എന്നുള്ളത്. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ജൂലൈ 19 മുന്നേ നമ്മുടെ CUT റിസൾട്ട് വരാൻ സാധ്യതയില്ല. അവിടെ നമുക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ സ്പെഷ്യലായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ജൂലൈ 19 വരെ സമയം ലഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസുകൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ജൂലൈ 19 വരെ സമയം നീട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റീ എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ മെയിലും NTAയുടെ സൈറ്റും നിങ്ങൾ വളരെ കൃത്യമായി, വളരെ ഫ്രീക്വന്റ് ആയി നിങ്ങൾ അത് വീക്ഷിച്ചിട്ടുണ്ടാവണം. കാരണം അപ്ഡേറ്റ്സ് വരുന്നത് അവിടെയാണ്. പേടിക്കേണ്ട, എല്ലാ അപ്ഡേറ്റ്സിനും എജുപോർട്ടിന്റെ CUT ചാനൽ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നിന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. റീ എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ മെയിൽ വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നും മറക്കണ്ട, റീ എക്സാമിന് എഴുതുന്ന കുട്ടികൾക്ക് ഓൾ ദി ബെസ്റ്റ്. യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഇവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും.